അങ്ങനെ ഒരു നോമ്പുകാലം കൂടി അവസാനിക്കുകയാണ്. ഈ നോമ്പുകാലത്തിൻ്റെ പ്രത്യേകിച്ചും അവസാന ദിവസങ്ങളിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ഒരുപാട് ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആഘോഷങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പരസ്പരം അറിയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. ആ നിലക്ക് മുസ്ലിങ്ങളുടെ അവരുടെ നോമ്പുകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഇതിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഇവിടെയുള്ള മറ്റ് സമുദായങ്ങളിൽപ്പെട്ട മറ്റ് മതസ്ഥരായ ആളുകൾ കൂടി അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഞാനിങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചും ഈ അവസാന ദിവസങ്ങളിൽ മുസ്ലിം പള്ളികളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഒരുപക്ഷെ മറ്റ് മതസ്ഥരായ ആളുകൾക്ക് പരിചയം ഉണ്ടാകും തറാവീഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരങ്ങൾ. കാരണം മുസ്ലിങ്ങൾ പകൽ സമയം നോമ്പ് നോൽക്കും എന്ന് വെച്ചാൽ അവർ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ പൂർണ്ണമായി ഭക്ഷണവും പാനീയങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പകൽ സമയം ഭക്ഷണം കഴിക്കാതെ അങ്ങനെ നോമ്പ് നോറ്റതിന് ശേഷം നോമ്പ് മുറിച്ച് ഏതാനും ഒരു 1-2 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം തന്നെ അവർ വീണ്ടും ഒരു നിസ്കാരത്തിലേക്കാണ് പോകുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്കാരമല്ല, കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു 1-1.5 മണിക്കൂർ എടുക്കുന്ന ഒരു നിസ്കാരമാണ് അവർ ചെയ്യുക. അതിനാണ് നമ്മൾ തറാവീഹ് എന്ന് വിളിക്കുന്നത്. അത് ഏകദേശം ഒരു 8-8:30 സമയം തുടങ്ങി ഒരു 10 മണി വരെയൊക്കെ അല്ലെങ്കിൽ 9:30-10 മണി വരെയൊക്കെയാണ് ആ ഒരു നിസ്കാരം ഉണ്ടാവുക. ഇത് പൊതുവെ നോമ്പുകാലത്ത് എല്ലാ ദിവസവും നടന്നു വരുന്നതാണ്. ഇനി ഈ നോമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ, അവസാനത്തെ 10 ദിവസങ്ങളിലൊക്കെ കുറച്ചുകൂടി ഈ ഒരു നിസ്കാരത്തിൻ്റെ ദൈർഘ്യം കൂടുകയും അതുകൂടാതെ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഈ നിസ്കാരങ്ങൾ രാത്രിയുള്ള ഈ നിസ്കാരം പ്രത്യേകമുള്ള എക്സ്ട്രാ നിസ്കാരം അത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് നിസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കാരണം ലോകം മുഴുവൻ ഉറങ്ങുന്ന ചുറ്റുപാടുകൾ മുഴുവൻ നിദ്രയിൽ ആണ്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് സട്ടാവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുക, സമർപ്പിക്കുക എന്നുള്ളതിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലാണ് എന്നുള്ളതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ആ നിലക്ക് പലപ്പോഴും റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഈ നിസ്കാരം പല പള്ളികളിലും പിന്നെ ഈ 8 മണി 8:30 ആ ഒരു സമയത്തുള്ളതിൻ്റെ കൂടെ ഖിയാമുൽ ലൈൽ എന്ന പേരിൽ രാത്രി നിസ്കാരം എന്നുള്ള പേരിൽ ഒരു 2 മണി 2:30 സമയത്തൊക്കെ വീണ്ടും മറ്റൊരു നിസ്കാരം കൂടി ചെയ്യാറുണ്ട്. പല ആളുകളും ആ ഒരു സമയത്താണ് നിസ്കരിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി 2 മണിക്ക് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ചുറ്റുപാടുകൾ മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് പള്ളികൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടുകളിലുള്ള പള്ളികൾ, എല്ലാ പള്ളികളിലും ഈ ഒരു നിസ്കാരം നടക്കുന്നുണ്ടാവില്ല, പല പള്ളികളിലും ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 2 മണിക്ക് രാത്രി 2 മണിക്കും 1:30ക്കും 2:30ക്കും ഒക്കെ പള്ളികൾ നിറഞ്ഞ് കവിയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ആ നിറഞ്ഞ് കവിയുന്നതിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു റിയാലിറ്റി, നമ്മൾ വളരെ സുന്ദരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് കൂടുതൽ ഉള്ളത് യുവാക്കളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പ്രായമായ ആളുകൾക്ക് അവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും അവരെ ഈ 8:30-9 മണിക്കുള്ള ആ ഒരു നിസ്കാരം നിസ്കരിച്ച് അവർ ഉറക്കത്തിലേക്കാണ് പോവുക. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഈ നിസ്കാരത്തിൽ രാത്രി 2 മണിക്കൊക്കെ ഉള്ള ഈ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന നിസ്കാരത്തിൽ പലപ്പോഴും ആഭാരവൃദ്ധം യുവാക്കളാണ് പങ്കെടുക്കുന്നത്. പള്ളികൾ നിറഞ്ഞ കവിയാണ്. പല പള്ളികളിലും എക്സ്ട്രാ നിലകൾ അവിടേക്ക് അവരുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആളെ തികയാതെ, അല്ലെങ്കിൽ അവിടെ ആൾ ഫുള്ളായതിനു ശേഷം വേറെ പള്ളികൾ അന്വേഷിച്ച് പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും കാണാറുണ്ട്. നമ്മുടെയൊക്കെ ഒരു അനുഭവമാണ്. ഇവിടെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കണം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. രാത്രി 2 മണിക്ക് ഒരു സ്ഥലം നിറഞ്ഞ് കവിയുക എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഓഫർ സെയിൽ നടക്കുന്നുണ്ടോ? അല്ലേ? പലപ്പോഴും നമ്മൾ അവിടെയാണ് കാണുക. ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിരാവിലെ ആളുകളൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കവിയാൻ കാരണം എന്താ? എന്തെങ്കിലും ഭൗതികമായി എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നത് കൊണ്ടാണോ? അല്ല. എന്തിനാണ് ഈ ആളുകൾ അവരുടെ ഉറക്കം കളഞ്ഞുകൊണ്ട് പള്ളികൾ നിറഞ്ഞ് കവിയുന്ന രൂപത്തിൽ ഇങ്ങനെ വരാൻ കാരണം തന്നെ? എന്തിനാണ് അവർ വരുന്നത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ പടച്ചവൻ്റെ മുമ്പിൽ അവരെ സമർപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കേവലമായൊരു ഒരു സമുദായത്തിൻ്റെ ഒരു ആചാരം എന്നുള്ളതിനപ്പുറത്ത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളതും ഇവിടെ എന്താണ് ആ നിസ്കാരങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഇൻസൈറ്റ്സ് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു നിസ്കാരങ്ങൾ ഏകദേശം 1.5-2 മണിക്കൂറോളം ഈ രാത്രി 2 മണിക്കും 2:30ക്കും പോയിട്ട് ആളുകൾ നിസ്കരിക്കാൻ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ നിസ്കാരത്തിൽ എന്താ ഉള്ളത്? പ്രധാനമായിട്ടുള്ളത് വളരെ ദീർഘമായ ഖുർആൻ പാരായണമാണ്. ഈ ഖിയാമുൽ ലൈൽ നിസ്കാരങ്ങളിൽ ദീർഘമായ ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാകും. ഈ ഖുർആൻ പാരായണത്തിൻ്റെ കൂടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ നിസ്കരിക്കാൻ നിന്നുകൊണ്ട് ആ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കരയുകയാണ്. എന്താ കരയാൻ കാരണം? എന്താ?
ആ ഖുർആനിൽ പല കാര്യങ്ങളും ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നുണ്ടാവും. ചിലപ്പോൾ ചരിത്രമായിരിക്കാം, ചിലപ്പം നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ആളുകളോടുള്ള പെരുമാറ്റത്തിലാകട്ടെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ ഇങ്ങനെ പറയും. അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് അതിലേക്കൊന്ന് തട്ടിച്ചു നോക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഖുർആൻ ഈ പറഞ്ഞ കാര്യം സംഭവിച്ചില്ലല്ലോ എന്നാലോചിച്ച് കണ്ണുനീര് വരുന്നവർ. മരണത്തെക്കുറിച്ച് ഖുർആൻ നിരന്തരമായി ഓർമ്മിപ്പിക്കാറുണ്ട്. എൻ്റെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. അവിടെ ഞാൻ നല്ലവനായി ജീവിച്ചാലാണ് എനിക്ക് ഒരു രക്ഷയുണ്ടാവുക, മോശം ജീവിതമാണെങ്കിൽ എനിക്ക് ശിക്ഷയാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലാണ് നിരന്തരം സംഭവിക്കുന്നത്. ആ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതം നല്ലവനായിക്കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്ന ആലോചനയിലാണ് ആ കരച്ചിൽ വരുന്നത്. ഇത് ശരിക്കും വളരെയധികം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന, നമ്മളതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു സമുദായം പള്ളികൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് രാത്രി നട്ടപ്പാതിരക്ക് ഇങ്ങനെ കരയുന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലേ? അതേപോലെ തന്നെയാണ് ഈ നിസ്കാരത്തിൽ, ഈ ദീർഘമായ ഖുർആൻ പാരായണത്തിൻ്റെ കൂടെ പിന്നെ സംഭവിക്കുന്നൊരു കാര്യമാണ് വളരെ നേരം എടുത്തുകൊണ്ടുള്ള സുജൂദുകൾ. സുജൂദിൻ്റെ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്, നമ്മുടെ ശരീരം മുഴുവൻ നിലത്തേക്ക് വെച്ചുകൊണ്ട് ആ നിലക്ക് എന്ന് വെച്ചാൽ ആ ഒരു സമർപ്പണത്തിൻ്റെ മൂർത്തിഭാവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. സുജൂദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നമ്മൾ പറയുന്നത് പടച്ചവനോട് ഏറ്റവും അടിമ, പടച്ചവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് സുജൂദാണ് പറയുക. ആ സുജൂദിൽ ഒരുപാട് നേരം സുജൂദിൽ കടന്നുകൊണ്ട് ആളുകൾ പ്രാർത്ഥിക്കുക, ഒരുപാട് നേരം പ്രാർത്ഥിക്കുക. ആ സ്വന്തം ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞ് പടച്ചവൻ്റെ മുമ്പിൽ മുഴുവൻ സമർപ്പിക്കുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയാണ്. പലപ്പോഴും ആളുകൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, സുജൂദിലുള്ള ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താ അവർ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആളുകൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഭൗതികമായ എന്തെങ്കിലും, എൻ്റെ ജോലി ശരിയാവണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടണേ, എനിക്ക് റാങ്ക് കിട്ടണേ, തീർച്ചയായും പ്രാർത്ഥനയുടെ ഭാഗമായി ഇതൊക്കെ കടന്നു വരുന്നുണ്ടാകും. പക്ഷേ പലപ്പോഴും ഭൂരിഭാഗവും പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഈ ഭൗതിക ആവശ്യങ്ങൾക്കപ്പുറത്ത് ആയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോരുത്തരും അവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തെ അയവിറക്കിക്കൊണ്ട് ചെയ്തു പോയ തിന്മകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പടച്ചവൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. പടച്ചവനെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയി, പുറത്തു തരണേ പടച്ചവനെ, ഞാനിനി അങ്ങോട്ട് ആ വഴിയിലേക്കില്ല, ആ തിന്മ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞ് സ്വയം ഒന്ന് വിമലീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, അല്ലേ? ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കുമല്ലോ. ചില ആളുകൾ മാതാപിതാക്കളോട് കുറച്ച് മോശമായി പെരുമാറിയവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സുജൂദിൽ കിടന്നിട്ട് അവർ പടച്ചവനോട് പറയണം, പടച്ചവനെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് അവരോട് എന്ന് പോലും പറയരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അവരോട് മോശമായ ചില പദപ്രയോഗങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിപ്പോയി, പുറത്തു തരണേ പടച്ചവനെ, ഇനി അത് ഞാൻ ആവർത്തിക്കില്ല പടച്ചവനെ. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പടച്ചവനെ നീ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും ഞാനത് ചെയ്യാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പുറത്തു തരണേ പടച്ചവനെ, ഞാനിനി ഇത് കൂട്ടാൻ ശ്രമിക്കാം പടച്ചവനെ. എൻ്റെ ആ പെരുമാറ്റത്തിൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് പടച്ചവനെ, പുറത്തു തരണേ. എൻ്റെ കടമകൾ, എൻ്റെ ഭാര്യയോട് ഞാൻ ചെയ്യേണ്ട കടമകൾ, ഭാര്യയോട് സ്നേഹത്തോടുകൂടി മാന്യതയോടുകൂടി പെരുമാറണമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പുറത്തു തരണേ, ഞാനിനി ആവർത്തിക്കില്ല പടച്ചവനെ. എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മക്കളോട് പെരുമാറുന്ന ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആ യഥാർത്ഥത്തിലുള്ളൊരു സംസ്കരണ പ്രക്രിയയാണ് ഈ ആരും അറിയാതെ, അല്ലേ? എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മൊത്തം ആളുകളൊക്കെ അറിയും, ആരും അറിയാതെ ഈ നട്ടപ്പാതിരക്ക് മുസ്ലിം പള്ളികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള തിന്മകൾ മാത്രമല്ല, ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ച് കൂടിയാണ് അവിടെയുള്ള വിശ്വാസികൾ ആകുലപ്പെടുന്നത്. എനിക്ക് ഒരു ദാനധർമ്മം ചെയ്യാമായിരുന്നു, തിന്മ ചെയ്തതിനെക്കുറിച്ചല്ല, ദാനധർമ്മം ചെയ്യാമായിരുന്നു, പക്ഷെ എന്നിട്ട് ഞാനത് ചെയ്തില്ലല്ലോ, ഒരു നന്മ ചെയ്തില്ലല്ലോ. ഇങ്ങനെ നടക്കുമ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുക? ഒരാളുടെ മനസ്സ് നനവുള്ളതാവുക, അല്ലേ? ഈ ഖിയാമുൽ ലൈലുകളിൽ തറാവീഹിൽ പങ്കെടുത്ത് ഇത്തരം സുജൂദുകളിൽ പടച്ചവനോട് സംസാരിച്ചു വരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം അതിനനുസരിച്ച് അങ്ങോട്ട് മാറാൻ. അതുകൊണ്ടാണ് റമദാൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വിശ്വാസികൾക്കിടയിൽ റമദാനെ കുറിച്ച് പറയാറുള്ളത്, ഒരു വണ്ടി ഇങ്ങനെ ഓടുകയാണ്, അല്ലേ? ഒരു വണ്ടി ഒരു വർഷമൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമ്മളൊരു സർവീസിന് കൊടുക്കും, അല്ലേ? അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെയും സർവീസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ റമദാനിൽ ചെയ്യുന്നത്. ആ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? പിന്നെ ഒരു വർഷത്തേക്കുള്ള ഓട്ടത്തിന് വേണ്ടിയുള്ള ഒരു സംസ്കരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞാൽ, ഈ ഒരു സംസ്കരണ പ്രക്രിയ കഴിഞ്ഞിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഒരു ദാനധർമ്മത്തിൻ്റെ അവസരം കിട്ടിയാൽ അവന് ഓടിച്ചെന്നുകൊണ്ട് ആ ഒരു അവസരം ഗ്രാബ് ചെയ്യും.
പിന്നെ അവൻ്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹികമായ ഇടപെടലുകളിൽ, പെരുമാറ്റത്തിൽ, എല്ലാ കാര്യങ്ങളിലും ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. റമദാൻ കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം പൊതുവെ വിശ്വാസികൾക്കിടയിൽ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുന്നതൊന്നല്ല. മുസ്ലിങ്ങളിലും നിസ്കരിക്കാത്ത, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത, റമദാനിൽ പോലും ഇത്തരം സംസ്കരണ പ്രക്രിയയിൽ ഭാഗമാകാത്തവരൊക്കെ ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ അങ്ങനെയുണ്ട്. പക്ഷേ പക്ഷം വരുന്ന വിശ്വാസികളിലും ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ, ഒരു സമുദായത്തിൻ്റെ ഒരു ബൾക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, പലപ്പോഴും മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഹെയ്റ്റ് ഇല്ലാത്ത ആളുകളൊക്കെ അവർ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം സമുദായം എന്ന് പറയുന്നത് പല നന്മകളിലും, ചാരിറ്റീൻ്റെ വിഷയത്തിലാകട്ടെ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയത്തിലാകട്ടെ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും മുസ്ലിം സമുദായം കുറച്ച് ബെറ്ററാണ്, അല്ലെങ്കിൽ ഭയങ്കരമായി മുന്നിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? ലോകത്ത് ചാരിറ്റിയുടെ വിഷയത്തിൽ മുസ്ലിങ്ങളോളം ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റൊരു സമുദായമില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കുക ആ സമുദായത്തിന് എന്തോ ഒരു പ്രത്യേകത. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജന്മം കൊണ്ട് ഒരു പ്രത്യേകതയും ഒരാൾക്കും ഇല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള നന്മകൾ കൂടാൻ കാരണം? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ വൃദ്ധസദനങ്ങൾ ഇല്ലാതിരിക്കാൻ കാരണം? മാതാപിതാക്കളോടുള്ള കടമകൾ പരമാവധിയൊക്കെ, ഞാൻ പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നല്ല, പരമാവധിയൊക്കെ പാലിക്കുന്നവരുണ്ടാകാൻ കാരണം എന്താ? അതിൻ്റെ കാരണം ഒറ്റൊന്നാണ്, ഈ ഒരു പ്രക്രിയയിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രക്രിയയിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഒരു ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ അവൻ്റെ മനസ്സിൽ തോന്നൂല. മാതാപിതാക്കളോട് എന്തെങ്കിലും രൂപത്തിലൊരു മോശം ആയ ഒരു പദപ്രയോഗം വന്നാൽ പിന്നെ അവൻ്റെ മനസ്സിൽ അത് എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കിയെങ്കിൽ, എനിക്ക് ആ പാപമോചനം കിട്ടിയെങ്കിൽ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉണ്ടാവുക. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ്, ഇതാണ് ഉത്തരം. കുൻതും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് എന്നാണ് മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. കുൻതും ഹൈറ നിങ്ങൾ ഹൈറു ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർപ്പിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമ സമുദായമാണ്. ഉത്തമ സമുദായം എന്ന് പറഞ്ഞാൽ ഈ ജൂതന്മാരെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയല്ലോ, അവർ ഭയങ്കര എന്തോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്നൊക്കെ പറയല്ലോ. അത് അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ജന്മം കൊണ്ട് തന്നെ ഞങ്ങൾ ഉന്നതരാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതവിടെ അങ്ങനെയല്ല. ഇത് കർമ്മം കൊണ്ട്, നിങ്ങളുടെ ഈ നന്മകൾ ചെയ്തുകൊണ്ട്, തിന്മകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട്, കർമ്മം കൊണ്ട് നിങ്ങൾ ഉന്നതരാണ് എന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ കർമ്മം കൊണ്ട് ഉന്നതരാകാനുള്ള നിരന്തര പ്രക്രിയ മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ആത്മീയാനുഭൂതി എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളിൽ ഇത് കേൾക്കുന്നവരിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ അത് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതാണ് യഥാർത്ഥത്തിൽ ആത്മീയാനുഭൂതി. ഈ ആത്മീയാനുഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും എന്താ പറയുക, ഞാൻ അവിടെ പോയപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടി, അല്ലെ ഫീൽ ഗുഡ് തോന്നി എന്നൊക്കെ പറയാം. പക്ഷേ ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, ഒരു വളരെ നൈമിഷികമായ ഒരു അനുഭൂതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ആത്മീയാനുഭൂതി എന്നൊക്കെ. കുറച്ച് എന്തോ ഒരു പാട്ട് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അവിടെ പോയപ്പോൾ ഒരു ഫീൽ ഗുഡ് തോന്നി, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തോന്നി കുറച്ച് നേരത്തേക്ക്. പക്ഷേ നമുക്ക് യഥാർത്ഥ ആത്മീയാനുഭൂതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ പ്രാപ്തമായ ഒന്നായിരിക്കണം. അത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രക്രിയയിലൂടെയാണ് സംഭവിക്കുന്നത്. അത് വെറൊരു ഫീൽ ഗുഡ് അല്ല. തീർച്ചയായും ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോയ ആളുകൾ സുജൂദിൽ കടന്ന് എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ചോനെ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹമുണ്ട്, പടച്ചോനെ അങ്ങനെ ആക്കിത്തരണേ, അതിനുള്ള സാഹചര്യം നീ ഒരുക്കിത്തരണേ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഇന്ന കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു പോയി പടച്ചോനെ, ഞാനിനി ആവർത്തിക്കില്ല പടച്ചോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവൻ പടച്ചോന് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. തീർച്ചയായും അതൊരു അനുഭൂതിയാണ്. അതേപോലെ തന്നെ വല്ലാത്ത സമാധാനമാണ്. കാരണം എല്ലാറ്റിനെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന പടച്ചവനിലാണല്ലോ സമർപ്പിച്ചത്. അത് വല്ലാത്തൊരു സമാധാനമാണ്, വല്ലാത്തൊരു ധൈര്യം കൂടിയാണ്. അനുഭൂതിയാണ്, സമാധാനമാണ്, ധൈര്യമാണ്. കാരണം എന്താ, എല്ലാത്തിനെയും സംവിധാനിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പടച്ചവനിലാണ് ഞാൻ സമർപ്പിച്ചത്. വേറൊന്നും എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. അതാണ് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഈ വിശ്വാസികളുടെ ഈ ഒരു ധൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭൂതിയുടെ ഒക്കെ കാരണം. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ തന്നെ നമ്മൾ ഈ ഫലസ്തീനുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഭൗതികമായി സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ അല്ലേ, എന്നിട്ടും അവരെന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? ഈ ഒരു സമർപ്പണം എന്ന് പറയുന്ന പടച്ചോന് സമർപ്പിക്കുക എന്നതിൽ അവർ അത്രമേൽ വലിയ ഒരു വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മനുഷ്യന് നൽകുന്ന ധൈര്യവും സ്ഥൈര്യവും സമാധാനവും അനുഭൂതിയും എല്ലാം വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇതിലൂടെ ദിവസവും നമുക്ക് ചുറ്റിലുള്ള എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ മുസ്ലിങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മുടെ കൂടെ കളിക്കുന്ന ഈ ഒരു വിശ്വാസി സമൂഹം, മുസ്ലിം സമൂഹം ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ കൂടി അറിയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്.
അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു അനുഭൂതി മറ്റുള്ളവർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അൽഹംദുലില്ലാഹ് വിശ്വാസി സമൂഹം വളരെ മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഓരോ വർഷവും ഈ ഖിയാമുൽ ലൈലുകളിലുള്ള പാർട്ടിസിപ്പേഷൻ അത് കൂടിക്കൂടി വരികയാണ് അല്ലേ. പള്ളികൾ നിറഞ്ഞ കവിയാണ്, അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ആളുകൾ വിശ്വാസത്തിലേക്ക്, പടച്ചവനുള്ള സമർപ്പണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഞാൻ പറയുന്നത് ഒരു സീസണൽ സാധനമല്ല. റമദാനിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വളരെ എക്സ്റ്റെൻസീവായി നടക്കുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞാലും ഒരു ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം ഇത് തന്നെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അല്ലേ. ആ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞാലും പടച്ചവൻ അവിടെ ഉണ്ട്. ഏത് സമയത്തും പടച്ചവനോട് പ്രാർത്ഥിക്കാം, പടച്ചവനോട് പാപമോചനം തേടാം, പടച്ചവനോട് കാര്യങ്ങൾ പറയാം, സുജൂദിൽ കിടക്കാം അല്ലേ. ഏത് സമയത്തുമാണെങ്കിലും വ്യക്തിപരമായി എത്ര നേരമാണെങ്കിലും സുജൂദിൽ കിടന്ന് പടച്ചവനോട് കാര്യങ്ങൾ പറയാം. ഈ ഒരു സമർപ്പണം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയുടെ ഒരു പ്രാക്ടീസ് അല്ലേ, അതിൻ്റെ ഒരു പരിശീലന സെഷനാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ സംഭവിക്കുന്നത്. അത്തരമൊരു പരിശീലനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ കടന്നു പോകുന്നത്. വിശ്വാസികളായ ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ അത് പരമാവധി ഈ ഒരു ദിവസങ്ങളെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ ഈ ഒരു അനുഭൂതിയെക്കുറിച്ച്, ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.